അസ്സലാമു അലൈക്കും. നമസ്കാരം. എന്തൊക്കെയാ വർത്താനം? അപ്പൊ നമ്മൾ കുറെ കാലമായിട്ട് നിങ്ങളെ മുമ്പിൽ വന്നിട്ടില്ല. ഒന്നുമില്ല, അത് ഒന്നേറെ ഇതിനോടൊക്കെ ഉള്ള താല്പര്യം അങ്ങനെ ഒരു കഥയിലാണ് പോണത്. പിന്നെ ഇപ്പൊ വന്നത് എന്താ വെച്ചാല് ഇപ്പൊ വരല് അനിവാര്യമായി. ഇപ്പൊ എന്റെ പെരീന്ന് ഇതിന് മുമ്പ് ദിവസം വാപ്പു വാവ വ്ളോഗ് പറഞ്ഞാണ്ട് അതിലൊരു കാര്യം വന്നിക്കണ്. കാര്യമല്ല, അതിലൊരു വീഡിയോ വന്നിക്കണ്. ആ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ അടിസ്ഥാനരഹിതമാണ്. അതൊന്ന് പറയാൻ വേണ്ടി വന്നാണ്. അതിപ്പോ ആ വ്യക്തിനെ വിളിച്ചാണ് നമ്മളത് വലിച്ചാനായിട്ട് കാര്യമില്ല. കേട്ട ആൾക്കാരൊക്കെ അത് ശരിയാണെന്ന് ധരിക്കും. അവിടെ അങ്ങനെ തറവാട് ഒരിക്കലോ കാക്കൂന് പെര കൊടുത്തു, മറ്റൊരൊക്കെ മറ്റൊരു സ്ഥലം കൊടുത്തു, അങ്ങനെ കൊടുത്തു, ഇങ്ങനെ കൊടുത്തു. അതൊന്നും അവിടെ നടന്നിട്ടില്ല. അങ്ങനെ സംഗതി തന്നെ അവിടെ ഉണ്ടായിട്ടില്ല. അതിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും വീട് പണി നടക്കുന്നുണ്ട്. അവിടെ ഒരു വീട് പണി നടക്കണില്ല. അവിടെ കിണറിന് ചെറിയൊരു പണി ഉണ്ടായിരുന്നു ഒരാഴ്ച മുമ്പ്. അല്ലാത്തൊരു വീട് പണിയോ ഒരു സംഗതി അവിടെ നടക്കണില്ല. ഇതിൽ വന്ന് പറയണ എന്താ വെച്ചാൽ ഇതൊക്കെ അതിലൊക്കെ പറഞ്ഞ വാക്കുകൾ ഭയങ്കര കട്ടി കൂടിയ വാക്കുകളാണ് ചില കാര്യങ്ങൾ. അപ്പൊ അത് 10-30,000 ആൾക്കാർ 30,000 ആൾക്കാർ കാണും ചെയ്തിന്. 30,000 ആൾക്കാരോട് നമുക്ക് വീഡിയോ ചെയ്യല്ലാതെ പോയി പറയാനോ വിളിച്ചു പറയാനൊന്നും കഴിച്ചില്ലല്ലോ. സംഗതി അതിൽ പറഞ്ഞത് ഒന്നും ഇല്ലതല്ല. അതിപ്പോ പറയേണ്ട സാഹചര്യം വന്നിട്ട് പറയണ. അല്ലെങ്കിൽ ഞാനിപ്പോ ഇതിൽ വീഡിയോ ചെയ്യാനോ അതിന് ഇങ്ങനത്തെ കാര്യത്തിനൊന്നും മുതിരലില്ല. അപ്പോ ഇതൊന്ന് പറയാൻ വേണ്ടി വന്നാണ്. പിന്നെ ഇമ്മ അവിടെ അല്ല, ഇമ്മ അവിടെ തന്നെ ഉണ്ട്. ഇമ്മ അവിടുന്ന് എടുക്കും പോയിട്ടില്ല. അതൊക്കെ വെറുതെ പറയാണ്. പിന്നെ ഇപ്പൊ എന്താ വെച്ചാൽ എന്താ വെച്ചാൽ കുറെ കാലമായിട്ട് യൂട്യൂബിൽ വരികയാണ്. എന്തൊക്കെയാ പറയണ്ടിച്ചല്ലാതെ പറഞ്ഞേക്കാരെന്ന് ഞാൻ കരുതുന്നത്. ഇത് കേട്ട ആൾക്കാർക്ക് ഇത് പിന്നെ ഇതിന്റെ യഥാർത്ഥം എന്താന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ വീഡിയോ ആയിട്ട് വന്നിരുന്നത്. അപ്പൊ ഇമ്മ വീട് പണി നടക്കണ കാരണം ഇമ്മ അവിടുന്ന് എടുക്കും പോയിട്ടില്ല. ഇമ്മ തറവാട്ടിൽ തന്നെ ഉണ്ട്. വീട് പണി നടക്കണ കാരണം എന്ന് പറഞ്ഞാൽ വീട് പണി നടക്കണമെന്നല്ല. അവിടെ വീട് പണിയൊന്നുമില്ല ഇപ്പോ. പിന്നെ അവിടെ ഊരി വെച്ചിട്ടില്ല. അങ്ങനത്തെ ഒരു സംസാരം ഉണ്ടായിട്ടില്ല. അപ്പൊ ഇത് കേട്ട ആൾക്കാർക്ക് ഇത് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെറിയ വീഡിയോ ആയിട്ട് വന്നത്. അപ്പൊ ഓക്കെ, എന്നാൽ അസ്സലാമു അലൈക്കും.